നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു രക്ഷയില്ലാത്ത വിഷയങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുപ്പിൽ വന്ന് കയറിയതോടുകൂടി. ഇപ്പോൾ നമുക്കൊരു പ്രത്യേക വിഷയം എടുത്ത് ചർച്ച ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിവാദങ്ങളിലൊന്നും ആരും ചാടുന്നുമില്ല. ചെറിയ ചെറിയ വിവാദങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ഇന്നലെ നടന്ന ഒരു പരിപാടിയില്ലേ, അവിടെ ഇളവരങ്കരി അവിടുത്തെ LDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം വരുമെന്ന് വാഗ്ദാനം ചെയ്തു വന്നു. അത് തീർച്ചയായും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറാനെ പിടിച്ചകത്തുകൊണ്ട് എത്ര നേരം മാറ്റി നടത്തിയിരുന്നു എന്നും അത് ഇറേസ് ചെയ്യുന്നു എന്തൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അതല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ വാഗ്ദാനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ സമയത്ത്. പ്രത്യേകിച്ച് ഈ വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് ആണ് ഭൂരിപക്ഷവും മാറുന്നുള്ളൂ. കാരണം നമ്മളെല്ലാം ഇങ്ങനെ കൊട്ടിക്കോശിച്ച് പറയും, പക്ഷെ ഒന്നും നടക്കില്ല. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം വീടുകളിൽ പോയിട്ട് സൈലന്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതുപോലെ അവസാനമായിട്ട് ശ്രമം ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയൊക്കെ കയ്യിലെടുക്കാൻ വേറെ വഴിയൊന്നുമില്ല. ആ രീതിയിൽ പറഞ്ഞാണ്. എങ്ങനെയല്ല കൊട്ടിക്കോശിക്കേണ്ടത്, അതൊക്കെ ചെയ്ത് കാണിക്കണല്ല. അവസാന സമയത്ത് ഇത് ചെയ്യാതെ ചെയ്ത് ഇത്രയും കാലം അവർ ഉണ്ടായിരുന്നല്ലോ, അവർ ചെയ്യാത്തത് ഇനി എന്താണ് ചെയ്യാത്തത്? അതാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തിറങ്ങി നമ്മൾ തിരുവനന്തപുരം നഗരത്തിലെ പല സ്ഥലങ്ങളിലുമൊക്കെ പോയി ആളുകളൊക്കെ കണ്ട് നമ്മുടെ ബൈറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജസ്റ്റ് സർവേയൊന്നും അല്ല, നമ്മുടെ ആളൊരു തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ എന്നാണെന്നുള്ള. അപ്പോൾ ഈ വലിയൊരു വിഭാഗം സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രായമായ നല്ല പ്രായമുള്ള ഈ മാർക്കറ്റിലെ കച്ചവടമൊക്കെ നടത്തുന്ന അമ്മമാരും അതുപോലെ മുതിർന്ന ആളൊക്കെ തന്നെ അവരെല്ലാം ആർക്കാർക്കും പെൻഷൻ കിട്ടിയിട്ടില്ല. ഇവർ പെൻഷൻ കൊടുത്തെന്ന് പറയുന്നുണ്ട്. പക്ഷേ കൊടുത്തതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പലർക്കും പെൻഷൻ കിട്ടിയിട്ടില്ല. അവർ പലരും പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിലും ഒരു കാര്യം കൊടുക്കാതെ ഇപ്പോൾ കാശില്ല കയ്യിൽ, കാശെല്ലാം ദൂരത്തടിച്ച് അതും തീർന്നു. ഇന്നലെ സുപ്രീം കോടതിയിൽ ചെന്ന് അവിടെ നിന്ന് കാശ് കിട്ടുമെന്ന് നോക്കിയപ്പോൾ അതും പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി സർക്കാർ വാഗ്ദാനങ്ങൾ കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ അതും തിരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ പരസ്യമായിട്ട് ഒരു ഭരണ പദവി ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ലോ. അതല്ല, ഇത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇളമരക്കരിയെ എനിക്ക് തോന്നുന്നു അമളി പറ്റിയെന്ന് തോന്നിയോണ്ടാണ് ആ വീഡിയോഗ്രാഫറിനെ മാറ്റി നിർത്തി ഒരു കാരണം അത് അദ്ദേഹത്തിന് ആരാണ് അത് അനുവാദം കൊടുക്കുന്നത്? കാരണം സ്ഥാനാർത്ഥിയൊക്കെ ശരി തന്നെ. കാരണം അയാളുടെ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളെ വിളിച്ചു കൊണ്ടുപോയി അത് ഇത് ചെയ്ത് പറഞ്ഞിട്ട് മാറ്റി നിർത്തി കുറച്ചു നേരം പിടിച്ചു നിർത്തി അയാളുടെ സ്വാതന്ത്ര്യത്തിന് കൂടെ ഇതല്ലേ അത്. ചിലപ്പോൾ അവരുടെ വശത്തുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല, അയാൾക്കും താല്പര്യം കുഴപ്പമില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാളുടെ തൊഴിൽ മുടക്കി അത് അവരെ ഭാഗത്തുള്ള ആളായിരിക്കില്ല, അല്ലെങ്കിൽ പിടിച്ചാത്തോണ്ട കാര്യമില്ലല്ലോ. അതായിരിക്കും കാര്യം. അത് വേണ്ട ഇത് വേണ്ടത്. കാരണം അവർക്കറിയാം, എനിക്കൊന്ന് കൃത്യമായിട്ട് ഇതൊക്കെ വലിയ രീതിയിൽ വാർത്തയായി കഴിഞ്ഞാൽ ഇതൊരു അദ്ദേഹത്തിന് തിരിച്ചടിയാവുമെന്നും അറിയാം. പക്ഷെ അവിടെ തിരുത്തേണ്ടത് റിയാസിനെയാണ്, അല്ലാണ്ട് ഈ ക്യാമറമാനെ അല്ല. അങ്ങനെ അപ്പൊ ഇനിയും പറയുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളാണ് തിരുത്തേണ്ടത്. അല്ലാണ്ട് ഇവിടെ കേട്ടോട്ട് ഇവിടെ മറ്റേ പറയുന്നവൻ എന്ത് പറയണം, നമ്മളെ ചെവി കുത്തിക്കോണം എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണല്ലോ, ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണല്ലോ. നമ്മൾ ഈ ഇവരൊക്കെ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മാത്രമേ നമ്മുടെ തൊഴിലുള്ളൂ. അതിപ്പോൾ നമ്മൾ അവരെ തൊഴണമെന്ന് എല്ലാവരും പറയുമല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ അവസ്ഥ. പറയുന്ന വായിക്ക് കുഴപ്പമില്ല, കേൾക്കുന്ന ചെവിക്കാണ് കുഴപ്പം. ചെവി കഴിയിട്ട് വരാൻ പറയും, അതാണ് എൻ്റെ വിഷയം. അല്ല, ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ പോകുന്നെങ്കിൽ, കാരണം ഞാൻ പറയില്ല, നേരത്തെ ഇവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഇപ്പം ഇത്രയും കാലം കൊണ്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്ത് കാണിക്കേണ്ട കാര്യം ചെയ്ത് കാണിക്കണം, അല്ലാണ്ട് ഈ ആൾക്കാരെ കൂട്ടത്തിൽ കിടന്ന് ഈ ഇങ്ങനെ പറഞ്ഞ് കിട്ടുന്ന കാര്യം. സന്ദേശ സിനിമയിൽ പറയുമല്ലോ, നമ്മൾ എന്തെല്ലാം ജനങ്ങൾക്ക് കൊടുത്തു എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ ആ ബോബി കൊട്ടാരക്കയുടെ കഥാപാത്രം പറയുമല്ലോ, ഉത്തമൻ. പക്ഷെ കൊടുത്തതെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു എന്ന് പറയും. അതുപോലത്തെ അവസ്ഥയാണ്. എല്ലാം വാഗ്ദാനങ്ങളേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയങ്ങളിലൊന്ന് SDP UDF പിന്തുണ പ്രഖ്യാപിച്ചു. SDP ഇങ്ങോട്ട് ചോദിക്കാതെ അങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ പിന്തുണ നിങ്ങൾക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഇപ്പം KPC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന MO ഹസനാണല്ലോ. MO ഹസനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്, കൃത്യം ഉത്തരം പറയുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പോൾ അതിൽ ഇന്ന് പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ പിന്തുണ വേണ്ടെന്ന് അസന്നിഗ്ധ പ്രഖ്യാപിച്ചു. ഇന്നലത്തെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കിട്ടിയാലോ, കാരണം അവരെ നമുക്ക് എഴുതിത്തള്ളാനായില്ല. കാരണം കഴിഞ്ഞ തവണത്തെ ലോക്സഭ ഇലക്ഷൻ എനിക്ക് തോന്നുന്നു 9 ഇടങ്ങളിലെന്തോ മത്സരിച്ച് 10,000-ലേറെ വോട്ടുകളും പല മണ്ഡലങ്ങളിലും നേടിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സംഖ്യയല്ല അത്. തീർച്ചയായും അവരെ സംബന്ധിച്ച് അങ്ങനെയാണ്. മാത്രമല്ല ശക്തമായ ഇപ്പം നമുക്ക് വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പം വോട്ട് ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യണത്, നമ്മൾ പാഴായി പോകാത്തവർക്ക് വേണ്ടിയല്ലേ ചെയ്യണം. നമ്മൾ ചുമ്മാ കടലിൽ കളയാൻ വേണ്ടി നോക്കില്ലല്ലോ. സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ വോട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ഗുണം ഉണ്ടാവും? ഇപ്പൊ നമുക്ക് LDFന് സ്വാഭാവികമായിട്ട് പച്ചയായ ഒരു സത്യം പറയാം, ഇവിടെ ചെയ്യുന്നതിന് എല്ലാവരും ചിന്തിക്കുക, ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇവരിൽ ആരെങ്കിലും അവിടെ പോവുമോ, പോയിട്ട് ഇവർക്ക് എന്താണ് ശബ്ദിക്കാൻ പോലും പറ്റാത്ത ആൾക്കാർക്ക് ഇവർ എന്തിനാണ് കൊടുക്കാൻ പോകുന്നത് ഇവിടെ? അപ്പം സ്വാഭാവികമായിട്ടും നമുക്കിവിടെ ഫാഷിസത്തിനെതിരെയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ BJPക്കെതിരെ പറ്റിയൊരുതായിട്ടുള്ളത് കോൺഗ്രസ് മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവർ സ്വാഭാവികമായിട്ട് SDP ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിച്ചത്. അതുകൊണ്ടായിരിക്കാം അവർക്കൊരു പിന്തുണ. എന്നിട്ട് ആ ഒരു രീതിയിൽ അവരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു സ്ഥാനം ഉറപ്പിച്ച് അവർക്ക് മോദിയുമായിട്ട് ഫൈറ്റ്. കാരണം നമുക്കറിയാലോ, രണ്ട് ചേരിതിരിവായി നിൽക്കുന്നതാണ്. അപ്പൊ അവർക്ക് നോക്കുമ്പോൾ അവരതേ ഉള്ളൊരു ഓപ്ഷൻ, ആകെ ഒരു ഓപ്ഷനാണ് അതിനകത്ത്. എനിക്ക് തോന്നുന്നു UDF എനിക്ക് തോന്നുന്നു
പരസ്യമായിട്ടൊരു പിന്തുണ എന്തായാലും പറയാം, രഹസ്യമായിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പരസ്യമായിട്ട് എന്തായാലും അവരെന്തായാലും UDF പെട്ടു, ഇവർ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു. പലപ്പോഴും സംഭവിക്കാനുള്ള രഹസ്യധാരണയാണല്ലോ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമായിട്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് ധാരണ ഉണ്ടാക്കിയത് നമുക്കറിയാമല്ലോ. അതെ 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 അതെ. അപ്പം അതുകൊണ്ട് അത് ആരും തക്കറ യോഗ്യന്മാരാകണ്ട. പക്ഷേ ഇതൊക്കെ ഈ എന്തായാലും SDP പരസ്യമായിട്ട് പ്രഖ്യാപിച്ച കാര്യമായി. അപ്പോൾ അത് നന്നായി. അതല്ലെങ്കിൽ എപ്പോഴും ഈ രഹസ്യധാരണകൾ എപ്പോഴും പിന്നീട് അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടും. അപ്പോൾ ഇത് സ്വീകരിക്കില്ല എന്നുള്ളവർ വ്യക്തമാക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ടല്ലോ. ഇനി KPC പ്രസിഡന്റ് സുധാകരനാണ് ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചുമതല ഹസനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ M ഹസൻ കൂടെ നിലപാട് വ്യക്തമാക്കണം, സതീശൻ പറഞ്ഞതിനോട് യോജിപ്പുണ്ടോ എന്നുള്ള കാര്യം. പണ്ട് PDP ആയി ഇതുവരെ PDP പ്രതാപകാലത്ത്, ഇപ്പോൾ PDP നാമശേഷമായിപ്പോയി, പക്ഷേ PDP പ്രതാപകാലത്ത് ഇത്തരം വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. PDP പിന്തുണ ആർക്കാണ്, PDP ഒരു ഇലക്ഷന് ഒരാൾക്ക് പിന്തുണ കൊടുക്കും. അതുപോലെ SDP ഇത്തരം പ്രത്യേകതകളുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് UDF പിന്തുണ പ്രഖ്യാപിച്ച നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ അവർ LDF പിന്തുണ പ്രഖ്യാപിക്കും. അങ്ങനെ സാധ്യതയുണ്ട്. ഈ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെ തന്നെ ഇത്തരം സംഘടനകളൊക്കെ കോൺഗ്രസിന് പിന്തുണയ്ക്കായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൽ കാര്യമില്ല, അതില്ല. അല്ല അത് തന്നെ, ഇതിനകത്ത് ഇപ്പം നിലപാട് പറയാമല്ലോ. ഇപ്പം അവർക്ക് എന്തോ ഒരു നമുക്കറിയാം SDP ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടികൾക്ക് എല്ലാവർക്കും ഒരു അവിഹിത ബന്ധം പോലെയാണ്. കാരണം അവർക്ക് പരസ്യമായിട്ട് അങ്ങ് കേൾക്കാനും പറ്റില്ല, പക്ഷെ രഹസ്യമായിട്ട് വേണം. അതങ്ങനെയാണല്ലോ. കുറെ നമ്മളിപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പം ഇടതുപക്ഷം ചെയ്തത് നമുക്കറിയാം, ഈ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിക്കാൻ വേണ്ടി പല കാര്യങ്ങളിലും അവരോടൊപ്പം ഉണ്ടെന്ന് ചെയ്യുന്ന പല കാര്യങ്ങളിലും വളരെങ്ങനെ പിടിക്കുന്നുണ്ട്. അവർക്ക് അവരോടൊപ്പം ഉണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിൽ അങ്ങനെ അല്ല. നമ്മൾ കാണുമ്പോൾ നമുക്ക് നോക്കി കാണുമ്പോൾ അറിയാം. അപ്പോൾ നമുക്ക് അവരുടെ തന്നെ ചോദിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ പെൻഷന്റെ കാര്യത്തിലടക്കം ഇപ്പം നമുക്ക് നേരിട്ട് ഓരോ ദിവസം ഇടപെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവരുടെ ഒരു വിയോജിപ്പ് നമുക്ക് നല്ലോണം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കെതിരാണ് സ്വാഭാവികം. പണ്ട് CPM സംബന്ധിച്ച് ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ധാരണ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ബദൽരേഖ ഉണ്ടാക്കിയതിനാണ് MP രാഘവനെ കൂടെ അവരൊക്കെ പുറത്താക്കിയത്. അന്ന് MP രാഘവനോടൊപ്പം നിന്ന് ഒരുപാട് പ്രമുഖ നേതാക്കളുണ്ടായിരുന്നു. അവരെ പേരൊന്നും ഇനി പറയുന്നില്ല, കുറച്ചു മരിച്ച് ചിലരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇവരെല്ലാം മറികടം ചാടി സമയമായപ്പം MP രാഘവൻ ഒറ്റപ്പെട്ടു. പക്ഷേ എന്നിട്ട് ഇതേ കക്ഷികളൊരു പിരിക്കാത്ത ഒരു ധാരണ ഉണ്ടാക്കിയില്ലേ. ഇപ്പോഴും ലീഗിനെങ്കിൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇവരിപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴും CPMൻ്റെ സ്വപ്നമാണ് ലീഗിനെ കൂടെ കൂടെ നിർത്തുക എന്നുള്ളത്. മാത്രമല്ല കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരള കോൺഗ്രസ് ഇപ്പം മാണി വിഭാഗം ഉണ്ട്. പണ്ട് PA ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ഒരു പ്രത്യേകമായിരുന്ന സമയത്ത് അന്ന് CPM ആയിട്ട് ധാരണയാകാമെന്ന് പറഞ്ഞ PMS പറഞ്ഞ് പള്ളിയും പട്ടക്കാരനും തള്ളി പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എന്നാൽ ധാരണയാവാമെന്ന് പറഞ്ഞു. പിന്നീട് ധാരണയായി. മറ്റൊരു കാര്യം, ജോസഫ് പിന്നെ മന്ത്രിസഭയിലും VSൻ്റെ മന്ത്രിസഭയിലും നാനാര മന്ത്രിസഭയിലൊക്കെ മന്ത്രിയായി ഇരിക്കുന്നത് നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ CPMനെ സംബന്ധിച്ച് അങ്ങനെ നിലപാടുകളൊക്കെ ഇതൊക്കെയാണ്. വേണമെങ്കിൽ തരാതരം ഇടയ്ക്കങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചില ആൾ തന്നെ അങ്ങനെയാണല്ലോ. ഇതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് പിന്നെ ഒന്ന് ഇഷ്ടം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അഭിപ്രായം ഇരുമ്പിലൊക്കെ അല്ല എന്ന് പണ്ടൊരു ആൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിലും ഈ വർഗീയ പിന്നെ വിഷയങ്ങളിലൊക്കെ തന്നെ നിലപാട് വരുമ്പോൾ ഇവരെല്ലാം ഉരുണ്ടുകൾ കൃത്യമായിട്ട് എന്നോട് പറയില്ലായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ കാലമല്ലേ, നമുക്കറിയാം. ഇപ്പം മതമേലധ്യക്ഷന്മാരുടെയും സാമുദായിക സംഘടനകളുടെയും തിണ്ണതിരങ്ങാൻ പോകുന്നുണ്ടല്ലോ ഇപ്പോഴും പ്രചാരണം എന്ന് പറയുന്നത്. അവർ പറയുമ്പം എല്ലാവരുമായിട്ട് കാണണം, അങ്ങനെയാണ്. പക്ഷേ നിങ്ങളുടെ വോട്ട് നമുക്ക് വേണ്ട അങ്ങനെ, കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ അവരെ വിയോജിപ്പുള്ളവർ എന്തിനാണ് വോട്ട് നേടിയൊക്കെ പോകുന്നത്, അവരുടെ ഒരു പിന്തുണ എന്തിനാണ് നേടാൻ പോകുന്നത്, അങ്ങനെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം. അങ്ങനെ അതുകൊണ്ടാണ് വേണ്ട. ഇവിടെ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബലിയാടാകുന്നത് കോൺഗ്രസ് ആണ്. എന്ത് നിലപാടെടുക്കാം, പല കാര്യങ്ങളും കോൺഗ്രസ് എന്ത് നിലപാടെടുക്കാൻ നിലയുമില്ല പാടുമില്ലാത്ത അവസ്ഥയായി. കാരണം പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പോലും എത്രയോ പേരിപ്പം BJPയിലൊക്കെ ചേർന്ന് CPMൽ പോയി ചേർന്നു. ഇപ്പോൾ തങ്കമണി ദിവാരൻ ഇന്ന് അവർ പിന്നെ BJP ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം. ലളിതരാജേന്ദ്ര സാറിൻ്റെ സഹോദരിയാണ് അവർ വളരെ കാലം പണ്ട് കോൺഗ്രസ്സിലുണ്ടായിരുന്നു, നമുക്കെല്ലാം അറിയാം. എനിക്കൊന്ന് 2011 അവർ സ്ഥാനാർത്ഥിയായിരുന്നു തോന്നുന്നു അസംബ്ലിയിൽ. ക്ലിമാൻഡ് ആണോ എന്ന് പറഞ്ഞില്ല, അതൊരു സീറ്റ് അവർ സ്ഥാനാർത്ഥിയായിരുന്നു. അവർ ജയിച്ചില്ല. അപ്പോൾ പട്ടുനിലയിൽ പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന കഷ്ടപ്പെടുന്ന ആളാണ് ഇവരൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ പാർട്ടിയുടെ നിലപാട് SDP ഈ ഒരു പിന്തുണ ഇതെല്ലാം കൂടെ വെച്ച് അവർ പാർട്ടി വിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു മെമ്പർഷിപ്പ് സ്വീകരിച്ചു BJP ചെന്ന്. അത് മറ്റേ ഏതൊക്കെയോ പ്രമുഖരായ മുൻ MLA ആരൊക്കെ ചേരുന്നൊക്കെ പറഞ്ഞു, ആരാണെന്നുള്ള ഒരുത്തും പിടിയില്ല. ഇപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ കൂടുതൽ ഒരു പോക്ക് കാണാം. അല്ല അത് ഈ കോൺഗ്രസിൻ്റെ തന്നെ അവർക്കൊരു കാര്യത്തിലൊരു നിലപാടില്ലല്ലോ. അതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കെതിരെ ഒരു ഗുരുതരമായ ഒരു ആരോപണം കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ LK അദ്വാനി, നമ്മുടെ മുൻ ഉപപ്രധാനമന്ത്രി മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് ഭാരതരത്നം പ്രഖ്യാപിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു അതിൻ്റെ പ്രായമൊക്കെ പരിഗണിച്ച് ഇതിൻ്റെ ആശ്വാസനം വരെ സഞ്ചരിക്കണമെന്ന് കരുതി അങ്ങോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ആദരിച്ച ചടങ്ങിൽ അദ്ദേഹം ഇരിക്കുന്നു, പ്രധാനമന്ത്രി അടുത്തിരിക്കുന്നു, രാഷ്ട്രപതി എണീറ്റ് നിന്ന് ആദരിക്കുന്നു, കൊടുക്കുന്നു. പ്രധാനമന്ത്രി എണീറ്റുന്നില്ല എന്ന് പറഞ്ഞ് വ്യാപകമായ തോതിൽ അപ്പോൾ ഇന്നലെ കഴിഞ്ഞ രാഷ്ട്രപതി ഭവൻ അക്കാര്യത്തിൽ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത്
ഇപ്പം രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് നടക്കുന്നതെങ്കിൽ എല്ലാവരും ഇരിക്കുകയല്ലേ. അപ്പം രാഷ്ട്രപതി നിൽക്കുന്നു, ഈ പുരസ്കാരം സ്വീകരിക്കുന്ന ആൾ ചെന്ന് അവരുടെ മതം നിൽക്കുന്നത്, ബാക്കി എല്ലാവരും ഇരിക്കുകയാണ് അവിടെ. അവിടെ പ്രധാനമന്ത്രി എണീറ്റിരിക്കണമെന്നൊന്നും യാതൊരു നിയമമില്ല. പക്ഷേ ഇന്നിപ്പോൾ BJP സോഷ്യൽ മീഡിയയിൽ അവർ തിരിച്ചടിച്ച് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ വെച്ചാണല്ലോ ഈ ഇത് നടന്നത്, ഈ പുരസ്കാരം തന്നെ നടന്നു, പത്മ പുരസ്കാരങ്ങൾ. അപ്പോൾ അവിടെ PV നരസിംഹറാവുവിന് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയാണ്, അദ്ദേഹം മകൻ PV പ്രഭാകർ റാവുവാണ് പുരസ്കാരം ഏറ്റുവാങ്ങാൻ വന്നത്. അദ്ദേഹം പുരസ്കാരം വാങ്ങുന്നു, അച്ഛൻ്റെ പുരസ്കാരം മകൻ ഏറ്റുവാങ്ങുന്നു, എല്ലാവരും കൈയടിക്കുന്നു. ആ ചിത്രം വന്നു, പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വളരെ മുതിർന്ന എല്ലാവരും ഉണ്ട്. ഒരാൾ മാത്രം കൈയടിക്കുന്നില്ല. ഇതൊന്നും കണ്ടാൽ പോലെ ഭാഗ്യം തിരിഞ്ഞിരിക്കുന്നുണ്ട് ഒരാൾ. അത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. സ്വന്തം പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന, സ്വന്തം പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിരുന്ന, ഒരു ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായ ഒരാളായിരുന്ന നരസിംഹറാവുവിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഈ ബഹുമതി കൊടുക്കാൻ അദ്ദേഹം മകൻ ഏറ്റുവാങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം കൈയടിക്കേണ്ട കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം കണ്ടാൽ ഭാവിക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും കാണുന്നില്ല. ഈ എല്ലാവരും കൈയടിക്കുമ്പോൾ ഈ തിരിഞ്ഞിരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തു കിട്ടി, അങ്ങോട്ട് കൊടുക്കാൻ പോയിട്ടെ. കാരണം ഇത് നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാം കണ്ടുള്ളല്ലേ ചടങ്ങുകളൊക്കെ തന്നെ. കാരണം ഈ അവാർഡ് കൊടുക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും മാത്രമാണ് നിൽക്കാറുള്ളത്. ബാക്കി എല്ലാവരും ഇരിക്കുക, സ്റ്റേജിലിരിക്കുന്നവരെല്ലാവരും. ഇപ്പോൾ നാഷണൽ അവാർഡ്, സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുകയുള്ളൂ. അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് പരിപാടി ആയിപ്പോട്ടെ, ഇപ്പം വലിയ പരിപാടി ആയാലും നമ്മുടെ ക്ലബ്ബിലെ ചെറിയ പരിപാടി ആയപ്പോലും ഇപ്പോൾ സ്റ്റേജിൽ സദസ്സിൽ വരുത്തുമ്പോഴത്തേക്കും എല്ലാവരും എണീറ്റ് എന്നാണ് നോക്കുന്നത്. സദസ്സിലുള്ള മറ്റുള്ളവർ ഇരിക്കും, അത് വാങ്ങും. അത് ഇത്രയും വിവാദമാക്കേണ്ടല്ല, അതൊക്കെ ചെറിയ ബാലിശമായിട്ടുള്ള കാര്യങ്ങളെന്നാണ്. അല്ല, അതാണ്. അപ്പോൾ ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്ന് ഇനി വ്യക്തമല്ല. രാഹുൽ ഗാന്ധി ഇനി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാണ്, ഇതിനെ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഈ ചെയ്യേണ്ടത് മറ്റുള്ള എല്ലാവരും കൂടെ ചേർന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അവിടെ നിന്ന് പ്രചരണം നടത്തേണ്ടി വരും. അദ്ദേഹം വരുമ്പം തന്നെ, മണ്ഡലത്തിൽ വരുമ്പം തന്നെ ഇവിടുത്തെ KPC പ്രസിഡന്റും എല്ലാവരും. കാരണം രാഹുൽ ഗാന്ധി വരുമ്പോഴത്തേക്ക് കേരളം മൊത്തം അവിടേക്ക് പോലും കോൺഗ്രസിലെല്ലാവരും. അപ്പൊ ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ ആരും കാണില്ല. രണ്ടു ദിവസത്തേക്ക് ഇവര് നേതാക്കന്മാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇവരെ ഉറക്കം നഷ്ടപ്പെടും. കാരണം രാഹുൽ ഗാന്ധി വന്നതിന്റെ അന്ന് തൊട്ട് രാത്രി ഫുള്ള് പിന്നെ പരിചാരകമായിട്ട് ഫുള്ള് പോകണ്ടേ ഇവരെ കൂടെ തന്നെ. എന്തിനാണ് അങ്ങനെ പോകുന്നത്? എനിക്ക് കട്ടൻ ചായ അറേഞ്ച് ചെയ്യണം, നേരത്തെ ഹോട്ടലുകൾ അറേഞ്ച് ചെയ്യണം. ജോഡോ യാത്രയിലേക്കൊക്കെ കണ്ടാണല്ലോ. എന്തായാലും അതൊക്കെ ഒരു നേട്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ആ ഒരു ഇമേജ് പോയി. ഇനി വീണ്ടും അത് കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഇനിയിപ്പോ എനിക്കൊന്ന് വളരെ കുറച്ച് നാളുകളുള്ളൂ. ഇലക്ഷൻ എത്താറായി. കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിൽ കഴിഞ്ഞ പോലെ 19 സീറ്റ് നേടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. UDF അതിനുള്ള സാധ്യത കാണുന്നില്ല. കുറെ സീറ്റ് LDFിന് കിട്ടും, ചിലപ്പോൾ 1-2 സീറ്റ് BJPക്കും കിട്ടാനുള്ള സാധ്യത. അവര് നേരത്തെ പറഞ്ഞു, നമുക്ക് തോന്നുന്ന ഒരു കാര്യം, സത്യമായിട്ട് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഈ BJPക്ക് വെട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം അവർക്ക് എന്താ പറയുകയാണ്, പണി എളുപ്പമാക്കി കൊടുക്കുകയാണ് കാര്യങ്ങൾ. കാരണം ഇവിടെയൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ അവരിൽ നിന്ന് കുറേയൊക്കെ പ്രതീക്ഷിക്കും. കാരണം നമുക്കറിയാം ഇപ്പോൾ നിലവിൽ BJPയുമായിട്ട് എതിരായിട്ട് നിൽക്കാൻ പറ്റുന്നത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇന്ത്യയോളം ചരിത്രമുള്ളതാണ്. അത് കോൺഗ്രസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എതിരാളി ഇല്ലാതായിരുന്നു തുല്യാണ്. പിന്നെ ഒരു ഏകാധിപത്യ ഭരണമായിപ്പോ നമ്മൾ ഇപ്പൊ BJP അനുകൂലിക്കുന്നവർ പോലും കോൺഗ്രസ് നശിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നല്ല പ്രതിപക്ഷം വേണമല്ലോ, നല്ല പെർഫോമൻസ് ഉണ്ടാവും സർക്കാരിന്റെ. നമുക്കൊരു നല്ല എതിരാളി ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അലർട്ടായിരിക്കും. എതിരാളി പിന്നെ നമ്മൾ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരത്ത് പറഞ്ഞത്. അതും കൂടെ വേണം. ഏതായാലും കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് അടുത്ത് ചെല്ലുന്തോറും ശരിക്കും പറഞ്ഞാൽ പ്രവചനാതീതമാണ് കേരളത്തിലെ കാര്യം. കേരളത്തിലെ പല മണ്ഡലങ്ങളാരും എടുക്കുമ്പോഴും അങ്ങനെയാണ്. ഇത് അവിടെ ആര് ജയിക്കും എന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ധാരണയുമില്ല. ഞങ്ങളിന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇറങ്ങിയപ്പോഴൊക്കെ പലരും പെൻഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആൾ ഭയങ്കരമായിട്ട് വല്ലാതെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വോട്ട് ചെയ്യുമ്പോൾ ആ പ്രതികരണം വരികയാണെങ്കിൽ LDFിനെ കഷ്ടത്തിലാവും. പക്ഷേ അങ്ങനെ അല്ല. LDFിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കാനുള്ള ഇതുണ്ട് ചിലയിടത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാര്യത്തിൽ നമുക്കൊന്നും ഒരു പ്രവചനം നടക്കില്ല. പക്ഷേ ദേശീയ തലത്തിൽ ഈ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഈ വിഷയമുണ്ടല്ലോ, ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഇന്ന് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ MP ആയിരുന്നു സഞ്ജയ് സിംഗ്. അദ്ദേഹം അറസ്റ്റ് ചെയ്ത് 6 മാസം കണ്ടാകത്ത് കിടക്കുകയാണ്. ഇന്ന് ജാമ്യം കൊടുത്തു. സുപ്രീം കോടതി ED വിമർശിച്ചിട്ടുണ്ട്. തെളിവ് എവിടെയെന്ന്. അപ്പോൾ തെളിവ് വേണം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം കെജ്രിവാൾ പിന്നെ ജയിലിൽ കിടക്കുകയാണല്ലോ. പ്രത്യേക പരിഗണന അങ്ങനെയൊന്നുമില്ല. നമുക്കറിയാം കെജ്രിവാൾ ആ പാർട്ടി നമുക്ക് അറിയാം. ആം ആദ്മി എന്ന് പറയുമ്പോൾ നിരുപദ്രവകാരികളാണ്. മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല BJPയോടെ ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല. എന്നാലും ആശയങ്ങൾ കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാം തന്നെ അവർക്ക് അവരുടെ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടി കൂടിയാണ്. പക്ഷേ അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ നമുക്ക് BJP അല്ലെങ്കിൽ മോദിക്കെതിരെ നിൽക്കണം. കാരണം ഇപ്പം നിയമത്തിന്റെ സഹായം അല്ലാതെ അവർക്ക് നേരിട്ട് നിൽക്കാൻ പറ്റില്ല. അതാണ് ജനങ്ങളുടെ ഒരു മനസ്സിൽ സെന്റിമെന്റ്സ്. നമുക്കറിയാം സെന്റിമെന്റ്സ് രാഷ്ട്രീയപ്പെടുത്തേക്കും അത് കുറച്ച് അനുകൂലമാകാൻ മാറാൻ ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെ, എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരാളിനെ കൂടുതൽ ഒതുക്കാൻ നോക്കിയാൽ അവർ ശക്തരായി തിരിച്ചു വരും.
അതെപ്പോഴും അങ്ങനെയാണ്. അതൊരു അല്ല, അവരിനി പ്രത്യേകിച്ച് എനിക്കൊന്ന് പ്രവർത്തനങ്ങളൊന്നും വേണ്ട, അല്ലാതെ തന്നെ അവർക്ക് ബൂസ്റ്റ് ആയിട്ടുണ്ട്. കാരണം അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ ഈ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നെങ്കിൽ പോലും അവരിപ്പോ ഈ കിട്ടേണ്ട ഒരു മൈലേജ് ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു പാലം കൂടിയായി ഇപ്പോൾ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു നടപടി എല്ലാം തന്നെ അവർക്കൊരു പാലമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ അവരെങ്ങനത്തെ ഇനി എങ്ങനെ ഒരു പ്രവർത്തനങ്ങളൊക്കെ പ്രചരണമൊക്കെ എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും അവരുടെ ഡൽഹിയിലെ നിലനിൽപ്പ്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ നടക്കുമ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ശ്രദ്ധിക്കണം, ഡൽഹിയിൽ ഒറ്റ സീറ്റും കിട്ടിയില്ല ആം ആദ്മി പാർട്ടിക്ക്. അസംബ്ലി മുഴുവൻ കിട്ടി, സംസ്ഥാന ഭരണം കിട്ടിയെങ്കിലും പാർലമെൻറ്റ് കിട്ടിയില്ല. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകാം. അതുപോലെ പഞ്ചാബ് ഇപ്പോൾ അവർ ഭരിക്കുകയാണ് അവരവിടെ. അപ്പോൾ അത് ഒരു പരിധി വരെ പഞ്ചാബിൽ ഇത് കോൺഗ്രസിനെയൊക്കെ ബാധിക്കും. കാരണം ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ സഖ്യമില്ല കോൺഗ്രസ്സായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി അവിടെ ശക്തി ഉറപ്പിക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ നഷ്ടം. നമുക്കൊരു ശ്രദ്ധിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ ലിസ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, കോൺഗ്രസ് ദുർബലമായ സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് ആം ആദ്മി പാർട്ടി കയറിയിട്ടുള്ളത്, ഡൽഹിയും പഞ്ചാബാണെങ്കിലെല്ലാം തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇന്ത്യയിലെ BJPക്ക് എതിരാളി ആരെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടി ആണെന്നുള്ള അവസ്ഥയിലേക്ക് വരും. പക്ഷേ നാളെ എത്തിക്കൂടായില്ല എന്ന് അല്ല, നമുക്ക് അധികം ഒന്നും വേണ്ട. 2029 അടുത്ത ഇലക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ചർച്ചയിനകത്ത് തന്നെ അത് മാറും. നമ്മൾ നേരത്തെ പറയുന്നത് 2019 2024 തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ മനസ്സിലാവും കോൺഗ്രസ് അന്ന് എവിടെ നിൽക്കുന്നു, ഇപ്പൊ അവിടെ നിന്ന് ഇപ്പോൾ എവിടെ നിൽക്കുന്നു, അത് താരതമ്യം ചെയ്യാൻ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് 2029 ഒരുപക്ഷെ നമുക്ക് ഒരുവിധമൊക്കെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏത് രീതിയിലൊക്കെയാണ് ഇവരുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. ഇവർ തമ്മിൽ തന്നെ തീരും, അല്ലെങ്കിൽ BJP തന്നെ അവരെ വെട്ടി നിൽക്കുമ്പോൾ ആ രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. BJP ചെയ്യേണ്ടി വരില്ല അവർ സ്വയം. കാരണം എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് എല്ലാം പാർട്ടി വിട്ട് പോവുകയല്ലേ. ഇതിനകത്തൊരു താക്കോൽ സ്ഥാനത്ത് ആരും ഇല്ല. ഇപ്പൊ ഒരു തലവനില്ലാത്തൊരു തുല്യമാണ്. ഇപ്പം മല്ലികാർജുൻ ഖാർഗെ വന്നപ്പോഴത്തേക്കും എല്ലാവരും നമ്മൾ കുറേയൊക്കെ ഒരു പ്രതീക്ഷ അവർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഗാന്ധി കുടുംബത്തിൽ നിന്ന് വേറൊരാൾ വന്നു, അങ്ങനെ ചരിത്രപരമായ മാറ്റത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു എന്ന രീതിയിലൊക്കെ തുടങ്ങിയതാണ്. പക്ഷെ എവിടെ നിൽക്കുന്നു? ഗാന്ധി കുടുംബത്തിന്റെ പുറത്തുള്ള ആള് കസേര ഇരിക്കുമ്പോഴും നിയന്ത്രണം പുറത്തുനിന്ന് തന്നെയാണ്. പക്ഷെ എന്നിട്ടും ഇപ്പോൾ ചിത്രത്തിലേ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക്. അല്ല, മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ കോൺഗ്രസിന്റെ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാവുന്നുള്ള ഏറ്റവും പ്രധാന നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേരളത്തിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കുക, കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള വയനാട്ടിൽ നിന്ന് മത്സരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴ നിന്ന് മത്സരിക്കുകയാണ്. ചുരുക്കത്തിൽ ഡൽഹിയിൽ അവിടെ കോൺഗ്രസ് ഓഫീസിൽ നിയന്ത്രിക്കാനുള്ള വാർ റൂം എന്നൊക്കെ പണ്ട് ഇവിടെ കേട്ടിട്ടുണ്ട്. ഇനി അവിടെ വാർ റൂം ആര് നോക്കുമെന്നുള്ളൊരു പിടിയില്ല. ഈ ഇടതുപക്ഷത്തിന് തുല്യമായിരുന്നു. ഇപ്പം കനൽ ഒരു തരി മതി എന്ന് പറയുമ്പോഴാണ് ഇപ്പൊ കോൺഗ്രസ് മൊത്തം ആകെ കോൺഗ്രസ് എനിക്കൊന്ന് കേരളത്തിലേക്ക് കണ്ണുനിട്ടിരിക്കുന്ന അവസ്ഥയാണ്. നോക്കുമ്പോൾ അതാണ് പ്രധാനപ്പെട്ട ആൾക്കാർ രണ്ടുപേരും കേരളത്തിലാണ് നിൽക്കുന്നത്. അവരുടെ പണ്ട് നമ്മൾ പലപ്പോഴും ലുസ്റ്റോക്കിൽ അതും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പണ്ടൊക്കെ ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് അവർ ചെയ്യാറുള്ളൊരു കാര്യം, അന്ന് എവിടെയെങ്കിലും ഇതുപോലെ മത്സരിക്കേണ്ടി വരും, 2 സീറ്റ് മത്സരിക്കുകയാണെങ്കിൽ ഒന്ന് തെക്കേ ഇന്ത്യയിൽ, ഇത് ആന്ധ്രയും കർണാടകയാണ് പലപ്പോഴും ഇവർ മുൻഗണന എടുക്കാറ്. കേരളമല്ല, ഈ രണ്ടിടത്തുമാണ് അവർ നിന്ന് ജയിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി 80-ൽ തിരിച്ചുവരവ് ഉണ്ടായില്ല. അപ്പോൾ റായ്ബറേലി മാത്രമല്ല, മേഡക്കിലും മത്സരിച്ച ആന്ധ്രാപ്രദേശിൽ. അതുപോലെ എല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്യും, മറ്റ് സൗത്തിലും കൂടെ സീറ്റിലും മത്സരിക്കും. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അമേഠിയിലും റായ്ബറേലിലും ആരും മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇന്നും ആർക്കും ഒരു ധാരണയില്ല. അല്ല, അത് പറയണ്ട. കാരണം നമുക്കറിയാം, ഇപ്പോൾ പണ്ടൊക്കെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഈ പല സീറ്റുകളും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അങ്ങ് പറയും അമേഠിയും റായ്ബറേലിയിലും ശരി ഇവർ രണ്ടുപേരും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി, അല്ലെങ്കിൽ പണ്ട് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി, അത് സാധാരണ കാര്യമാണ്. ഇത്രയും നാളായിട്ട് അതവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് കോൺഗ്രസിനകത്തൊരു അവസ്ഥയിലേക്കാണ് വരലുകൊണ്ടുന്നത്. മാത്രമല്ല ഇപ്പൊ കേരളത്തിലേക്ക് ഒരു കണ്ണു വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നു ഭാവി രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് തുടങ്ങുന്ന തുല്യമാണ്. കാരണം എല്ലാവരും ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് നാഷണൽ പൊളിറ്റിക്സ് ഒക്കെ തന്നെ കേരളം ചർച്ചാ വിഷയമാക്കുകയാണ്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം കേരളം തന്നെ തിരഞ്ഞെടുക്കുന്നു. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇതറിയാം, പ്രവർത്തനം കൊണ്ട് ചിലപ്പോൾ ഇവിടെ ഒരു സമയത്ത് തന്നെ മോദിയുടെയും നിർമ്മലാ സീതാരാമന്റെയും പേര് വരെ ഇവിടുത്തെ പട്ടികയിലുണ്ടായിരുന്നു. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു കേന്ദ്ര മന്ത്രി വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു പബ്ലിക് ഇമേജ് മൊത്തം എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നതും കേരളത്തിലെ പൊളിറ്റിക്സ് തന്നെയാണ്, കേരളത്തിലുള്ള സ്ഥിതിഗതികളാണ്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഭാവിയിലും ഇനി കേരളത്തിൽ നിന്നായിരിക്കും ഇതൊക്കെ തുടങ്ങാൻ പോകുന്നത്, കേരളത്തിലെ ഒരു ചർച്ചയാക്കി. അതുമാത്രമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇതുപോലെ തന്നെ നമ്മൾ പറയും പോലെ ഇപ്പം മഹാമേരുക്കൾ തന്നെ വരാൻ പോകുന്നു, ആ രീതിയിലൊക്കെ വരാൻ പോകുന്നു. അങ്ങനത്തെ രീതിയിൽ നമുക്ക് കേരളത്തിലെ പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഭാവി എനിക്ക് തോന്നുന്നു ഇനി 2-3 വർഷത്തിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ചിലപ്പോൾ അവർ നശിപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുതന്ത്രം കാണിച്ചിട്ട് ജയിക്കും. അങ്ങനെ രീതിയിലായിരിക്കും. ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം ഇല്ലാതായി പോകും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിഗതികൾ വരുമ്പോൾ ഇത് കോൺഗ്രസും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ഒരുപാട് കേരളം മാത്രമായല്ലോ, അവരിന് ബംഗാളും ത്രിപുരയും ഒന്നുമില്ല. ഇവിടെ നിന്ന് വല്ലതും കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ചിലപ്പോൾ DMKയുടെ കാരണി കൊണ്ട് 1-2 സീറ്റ് കിട്ടുമായിരിക്കാം. ഞങ്ങളൊക്കെ സംഭവിച്ചത് അതാണല്ലോ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ദേശീയ രാഷ്ട്രീയവും BJPക്ക് അനുകൂലമാണ്. അവർ 370 സീറ്റ് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ അവർ ഭരണത്തിൽ തിരിച്ചു വരും. പക്ഷേ
പ്രതിപക്ഷം അവിടെ നില മെച്ചപ്പെടുത്തുമോ, അതിനുള്ള എന്തെങ്കിലും കഴിവ് അവർക്കുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആം ആദ്മി പാർട്ടി ഒരു പക്ഷേ ഈ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണി നയിക്കുന്ന ഒരു കക്ഷിയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അവരൊക്കെ ഈ രീതിയിലൊക്കെ രമ്യമായിട്ട് പോകുന്നെങ്കിലും ഉള്ളിലൊരു പേടിയുള്ളത് ഇത് തന്നെയായിരിക്കും. കാരണം അവരുടെ എപ്പോഴും മുൻപന്തിയിൽ നിന്ന് കോൺഗ്രസിന്റെ ഇപ്പോൾ അടിവേരിപ്പം ഏകദേശം ഇളകി തുടങ്ങിയിട്ടുണ്ട്. അതെ, അവരെല്ലാം ഒരു ബാധിക്കുന്ന ഒരു വിഷയം കൂടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു BJP നടത്തുന്ന നടപടികളിൽ, അത് ഇങ്ങനത്തെ BJPയുടെ കൈകളിൽ നിന്ന് വരുന്നതെന്ന് വിശ്വസിക്കുന്ന ഈ നടപടികളിൽ അവർക്ക് വലിയ രീതിയിലുള്ള പ്രതികരണം ഇല്ലാത്തതിന്റെ കാരണം ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെ അതാകാം. അപ്പോൾ ഏതായാലും കേരള രാഷ്ട്രീയത്തിലാകെ ഇപ്പോൾ എന്താണ് പതിവ് പോലെ എപ്പോഴും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് വിവാദങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും. പണ്ടും അങ്ങനെയാണ് എപ്പോഴും അത്. പക്ഷേ ഇപ്പോഴും അതിനൊന്നും യാതൊരു കുറവുമില്ല. ഈ ഇപ്പോൾ SDP അങ്ങോട്ട് പിന്തുണ അറിയിച്ച് വന്നിരിക്കുന്നു. വേണ്ടാന്ന് കോൺഗ്രസ് പറയുന്നത് ഇതിന് സ്വീകരിക്കുമോ ഇല്ലേ എന്നറിയില്ല. ശരി, എന്നാൽ നിങ്ങൾക്ക് വേണം, ഞങ്ങൾ LDFന് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അവരത് സ്വീകരിക്കുമോ എന്നുള്ളത് അറിയണം. അപ്പോൾ ആരും പരസ്യമായൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാണ് നമ്മുടെ ഒരു അനുഭവം. എന്തായാലും അതല്ലാതെ രഹസ്യമായിട്ട് അങ്ങനെ പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞാൽ രണ്ടേ നീട്ടി വാങ്ങുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ പൊതുവെ ഉള്ളൊരു രീതി. പിന്നെ ഈ വിവാദങ്ങൾ ഏതായാലും തിരഞ്ഞെടുപ്പ് വരെയും അത് പിന്തുടരും എന്നുള്ളത് ഉറപ്പാണ്. ദേശീയ രാഷ്ട്രീയം അങ്ങനെ ഒരു വഴി കൂടെ പോകുമ്പോൾ കേരള രാഷ്ട്രീയം മറ്റൊരു രീതി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രബലരായ സ്ഥാനാർത്ഥികൾ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ ഉണ്ട് എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ പ്രസക്തി വളരെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. തമിഴ്നാട്ടിൽ പിന്നെ അതങ്ങനെ അത് വേറെ രീതിയാണ്. മറ്റ് ദക്ഷിണേന്ത്യക്ക് അതിൻ്റേതായ രീതിയുണ്ട്. പക്ഷേ ഉത്തരേന്ത്യൻ ആ ഹൃദയഭൂമിയിൽ നിന്ന് കോൺഗ്രസിന് സംഭവിച്ച തിരിച്ചടി നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. കോൺഗ്രസ് നേതാക്കളാരും ഇത് മനസ്സിലാക്കിയിട്ടില്ലയോ എന്നൊരു സംശയം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കാം നമുക്ക് ലൂസ് ടോക്കിൽ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. കൂടുതൽ വിഷയങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്താം. നമസ്കാരം.